അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 4-ാമത്തെ രാവാണിന്ന്. നാളെ 4-ാമത്തെ പകലാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നമ്മുടെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഉദ്ഹിയ്യത്ത് മൃഗങ്ങൾ നമ്മുടെ വീട്ടിൽ അറുക്കുന്നവരുണ്ട്, അതുപോലെ പള്ളിയിലൊക്കെ അറുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഉദ്ഹിയ്യത്ത് മൃഗങ്ങളെ വാങ്ങുന്ന തിരക്കിലാണ് പല ആളുകളും. ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുപോയി ഒരുപാട് പേര് പൈസ കൊടുത്തിട്ട് പള്ളിക്കാരെല്ലാം ഇങ്ങനെ ഓടി നടക്കുകയാണ്, എവിടെയാണ് മൃഗമുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും ഉദ്ഹിയ്യത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രാവശ്യം ഉഷാറാക്കണം. അല്ലാഹു എല്ലാവിധ വിജയത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉദ്ഹിയ്യത്ത് അറുക്കുക വഴി ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഹയാത്താക്കിയ കൂലിയാണ്. അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യ പിൻപറ്റുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മൾ അംഗീകരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഷിആർ നമ്മൾ മുറുകെ പിടിക്കുക. ഇങ്ങനെ നിരവധി പ്രതിഫലങ്ങളാണ് ഈ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ കിട്ടുന്നത്. പല ആളുകളും ചോദിച്ചു, ഉസ്താദെ ഈ സ്ത്രീകൾക്ക് ഷെയർ ചേരാമോ? നിങ്ങൾക്കും ഷെയർ ചേരാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിലാണ് ഷെയർ ചേർന്നത് എങ്കിൽ ഈ വർഷം ഭർത്താവ് എന്ത് ചെയ്യുക? ഒരു ഷെയർ, ഒരു 9,000 രൂപ 10,000 രൂപ കൊടുത്തിട്ട് പറയുക, ഇത് എൻ്റെ ഭാര്യയുടെ ഉദ്ഹിയ്യത്തിൻ്റെ പൈസയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ആ കൂലി കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ശ്രേഷ്ഠതയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ പറഞ്ഞ് നമുക്ക് ദുആരക്കാം, നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതകളും നമുക്ക് കിട്ടാനും, അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കച്ചവടത്തിലും സമാധാനം, ജീവിതത്തിൽ എപ്പോഴും ഒരു സ്വസ്ഥത ഒക്കെ ഉണ്ടാവാൻ ഈ നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയതാണ്. നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എപ്പോഴും ഏത് സമയത്തും പറയാൻ പറ്റിയതാണ്. ആ ഒരു ദിക്ർ മഹാന്മാരായ താബിഈങ്ങൾ, തബുഉ താബിഈങ്ങൾ നിത്യമായി കൊണ്ടു നടന്ന ഒരു ദുആയാണ്. അതൊരു ദിക്റാണ്, അതൊരു തസ്ബീഹാണ്. എല്ലാ ഗണത്തിലും പെടുത്താം. വലിയ ശ്രേഷ്ഠതയാണ് അത് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഒന്നിച്ച് പറയും. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന എനിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ആവശ്യങ്ങൾ. ഇപ്പം എൻ്റെ വീട് പണി നടക്കുന്നു, അൽഹംദുലില്ലാ. അതിങ്ങനെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എല്ലാവരും ദ്വാരക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ ദ്വാ ബർക്കത്തുകൊണ്ട് വേഗത്തിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളുടെയും വീട് പണി നടക്കുന്നു, നമ്മുടെ മക്കളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു, വിവാഹമൊക്കെ നടക്കാൻ പോകുന്നു. അതുപോലെ ജോലി സംബന്ധമായ കാര്യം അതൊക്കെ ഒന്ന് ഉഷാറാവണം, കുടുംബജീവിതത്തിൽ ഖൈറുണ്ടാവണം, നല്ലൊരു വാഹനം എടുക്കണം, നല്ലൊരു വീട് പണിയണം, നല്ലൊരു ജോലി ഉണ്ടാവണം. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഒരുപാട് നമുക്കുണ്ട്. ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി, ആവശ്യം പൂർത്തിയാവാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട അമലുകളിൽപ്പെട്ട ഒന്നാണ് സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് നിർവഹിക്കാൻ പറ്റാത്ത ഒരു ഉദ്ദേശവുമില്ല എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് നമുക്കിന്ന് പറയാം. ആ സ്വലാത്ത് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് കിട്ടുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സ്വലാത്ത് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. اللهم صل على محمد وعلى آل محمد وعلى أهل بيته. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ രചിച്ച ഫതുഹുൽ മുഈൻ, ആ ഫതുഹുൽ മുഈനിലും അതുപോലെ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലേക്ക് എല്ലാ ദിവസവും അവൻ സൂറത്തുൽ ഇഖ്ലാസ് 200 വട്ടം എന്നാണ് മഹാനവർകൾ എണ്ണം പറഞ്ഞത്, 200 വട്ടം എന്നാണ്. അത്രമാത്രം പ്രാവശ്യം അവൻ ആവർത്തിച്ചാവർത്തിച്ച് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിയാൽ അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും, അവൻ്റെ പ്രതിസന്ധികൾ മാറും, അവൻ്റെ ഈമാൻ സലാമത്താവും, അവൻ്റെ ഈമാൻ പാറ പോലെ ഉറക്കും, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് കുറച്ച് പ്രാവശ്യം ഒന്ന് ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ
റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രധാനപ്പെട്ട ഈ സമയങ്ങളിൽ ഓതൽ പ്രത്യേകം സുന്നത്തായ, ഓതൽ പ്രത്യേകം ഗുണങ്ങൾ നമുക്ക് നേടിത്തരുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കോരി നമുക്ക് കിട്ടുന്ന, ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫജ്ർ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് എല്ലാവർക്കും ഓതാം. ഇത് വുളു ഉള്ള ആളുകൾ അവർ ഖുർആൻ കയ്യിലെടുത്ത് ഓതിയാൽ ഖൈറാണ്. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ ഇത് വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇനി വുളു ഇല്ലാത്തവരാണെങ്കിലും ഇത് കൂടെ ഓതിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ നിസ്കാരമില്ലാത്ത ഉമ്മമാർ ഇത് ഓതുന്നത് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. ഒരു ദുആ നമുക്കൊന്ന് പറയാം, ഒന്നിച്ചു പറയാം.
കാരണം നമ്മളിവിടെ എന്ത് ദിക്ർ പറഞ്ഞാലും തസ്ബീഹ് പറഞ്ഞാലും നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഹജ്ജ് ചെയ്താലും എന്ത് അമൽ ചെയ്താലും അവസാനം കെലിമ ചൊല്ലി മരിച്ചില്ല എങ്കിൽ ഇതൊക്കെ നിഷ്ഫലമാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കെലിമ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നല്ല സന്തോഷത്തോടെയുള്ള മരണം തരണേ അല്ലാ എന്ന് നമുക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹിനോടൊന്ന് ദുആരക്കണ്ടേ. അപ്പോൾ ആ ഒരു ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയട്ടോ. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയം, നമ്മൾ ജനിച്ച് ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ നമ്മളിൽ ആർക്കും ഒരു പാപവും ഉണ്ടായിരുന്നില്ല, ഒരു തെറ്റും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ശുദ്ധ പ്രകൃതിയായിരുന്നു. അതുപോലെയാണ് ഹജ്ജ് ചെയ്തിട്ട് വരുന്ന ഹാജി. അല്ലാഹു തആല എല്ലാവരുടെയും ഹജ്ജിനെ സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ഹജ്ജിന് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഹജ്ജ് ചെയ്തതുപോലത്തെ പ്രതിഫലം കിട്ടാൻ, അതുപോലെ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം നമ്മുടെ മനസ്സും ശരീരമൊക്കെ ശുദ്ധമായിരുന്നു, അതുപോലെ ശുദ്ധിയുള്ളതായി മാറാൻ, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഇൻഷാ അല്ലാഹ് ഒരു ദിക്ർ നമുക്ക് പറയാം. ഈ ദിക്ർ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എപ്പോഴും ഇത് നിത്യമാക്കണം. നമുക്കൊന്നിച്ച് പറഞ്ഞാലോ? لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله
വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ കാര്യവും നമ്മൾ തുടങ്ങുമ്പോൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കണം, തവക്കുലാക്കണം. പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നോ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എല്ലാത്തിനും അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം ഉണ്ടാവണം. അത് നമ്മൾ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാവട്ടെ, വീട്ടിലേക്ക് വരുമ്പോഴാവട്ടെ, വാഹനത്തിൽ കയറുമ്പോഴാവട്ടെ, കച്ചവട സ്ഥാപനത്തിൽ കയറുമ്പോഴാവട്ടെ, നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിൽ അയക്കുമ്പോഴാവട്ടെ, എപ്പോഴാണെങ്കിലും നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹിൻ്റെ കാവൽ വേണം. അതിന് ഇൻഷാ അള്ളാഹ് ഒരു കാവൽ തേടിയുള്ള ഒരു ദിക്റാണ് ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. ഇനി നമ്മൾ പറയുന്നത് കോടാനുകോടി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുതരാൻ തയ്യാറാണ്. നമ്മളൊന്ന് ചോദിച്ചാൽ മതി, നമ്മളൊന്ന് പൊറുക്കലിനെ തേടിയാൽ മതി. എങ്ങനെയാ പൊറുക്കലിനെ തേടുക? ഇസ്തിഗ്ഫാർ പറയുന്നതിലൂടെയാ. ഏത് ഇസ്തിഗ്ഫാർ? ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്, ഏത് പറഞ്ഞാലും പൊറുക്കലിനെ തേടല. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് വേഗത്തിൽ നമ്മുടെ തെറ്റുകൾ അള്ളാഹു പൊറുത്തു തരുന്ന ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്, ഒരു ഇസ്തിഗ്ഫാറാണ്. പറഞ്ഞാലോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ മജ്ലിസിനെ പ്രത്യേകം സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മജ്ലിസിൽ ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ഉപ്പമാർ പറഞ്ഞിട്ടുണ്ട്, സഹോദരിമാർ, സഹോദരങ്ങൾ അവരുടെയൊക്കെ രോഗങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേരാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ, നമ്മുടെ ദുആയെ എല്ലാത്തിനെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെയും ഞങ്ങളുടെ മജ്ലിസിനെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. ഓതിയതിലും പറഞ്ഞതിലും അല്ലാഹു ഞങ്ങളെ ചൊല്ലിയതിലും ഒരുപാട് കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ഈമാൻ കുറഞ്ഞവരാണ്, ഇഖ്ലാസ് കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഇൽമു കുറഞ്ഞവരാണ്. റഹ്മാനെ ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, തിന്മകൾ ചെയ്തവരാണ്. അല്ലാഹുവേ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഒറ്റക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, രഹസ്യമായത്, പരസ്യമായത് എല്ലാ തിന്മകളും നീ മായ്ച്ചു കളയണേ റഹ്മാനെ. അതിന് ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ നാളെ സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടുകൂടി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്. നല്ല ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. പ്രതിസന്ധികൾ മായ്ച്ചു കളയണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിരവധി പേരാണ് ക്യാൻസർ
പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, കിഡ്നിക്ക് പ്രോബ്ലമായി, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായ രോഗങ്ങളാണ്, വ്യത്യസ്തമായ വേദനകളാണ്, സങ്കടങ്ങളാണ്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ കൊടുക്കണേ അല്ലാ. അസുഖങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളുടെ ഈമാൻ ദുർബലമാകുന്ന ഒരു അസുഖവും ഒരു പ്രയാസവും ഞങ്ങൾക്ക് നീ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഒരുപാട് പേരുടെ റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ് റഹ്മാനെ. രക്തം ടെസ്റ്റ് ചെയ്തതിന്റെ, അതുപോലെ തന്നെ ശരീരത്തിലുള്ള മുഴകൾ കീറിയിട്ട് അത് കുത്തിയെടുത്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് വരുന്നതിന് തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. റഹ്മാനെ, വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഖൈറായി നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനേ, ഒരുപാട് പേര് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നല്ല വാഹനമില്ലാത്തവർക്ക് ഖൈറായ വാഹനം കൊടുക്കണേ അല്ലാ. പ്രവാസികളായ നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ ജീവിതത്തിൽ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന കച്ചവടം, തൊഴിൽ, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉപജീവന മാർഗത്തിൽ നീ എല്ലാവിധത്തിലുള്ള ഖൈറും എല്ലാവിധത്തിലുള്ള നല്ല ഇടപെടലുകളും നീ നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമന്റ് എഴുതുന്നുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ അല്ലാ. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ ദുൽഹിജ്ജ മാസത്തെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ എല്ലാ ബറക്കത്തുകളും എല്ലാ നിഅമത്തുകളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലും നീ തരണേ അല്ലാ. റഹ്മാനെ, ഹാജിമാരെ നീ കാക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിനായി ചെന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ഹാജിമാർ അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. പാപികളായ പാവപ്പെട്ടവരായ ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. ആ ഹറമ കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. മുത്തായ റസൂലിന്റെ ചാരച്ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ആ പച്ചക്കുബ്ബ നോക്കി കണ്ട് രസിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണേ അല്ലാ. റഹ്മാനെ പടച്ചവനെ, ഒരുപാട് പേര് പ്രതിസന്ധിയിലാ, പ്രശ്നത്തിലാ, അത് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഫലസ്തീനിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഇന്ത്യ മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്ക് നീ നല്ല ഭരണാധികാരികളെ തരണേ അല്ലാ. അവരുടെ ഭരണം നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജനാധിപത്യം നീ തിരിച്ചു തരണേ അല്ലാ. ഏകാധിപത്യം നീ തുടച്ചു നീക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന കാലമാണ്. അവർക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റൊക്കെ വരുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും വാഹനങ്ങളെയും കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് കാലഘട്ടം മോശമാ. എല്ലാവിധത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രതീക്ഷയാണ്. അവർക്ക് നീ എല്ലാവിധത്തിലുള്ള ഖൈറും കൊടുക്കണേ അല്ലാ. ജോലി അന്വേഷിക്കുന്ന മക്കളുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ, ഉമ്മമാര് ഗർഭിണികളാണ്, സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ സലാമത്തും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റുകൾ എഴുതുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എല്ലാം ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ മജ്ലിസിനെ, നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പങ്കെടുക്കുക. ആരൊക്കെ നമ്മുടെ മജ്ലിസിലേക്ക് ദുആ
വസിയത്ത് പറഞ്ഞോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.